വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ലൈറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ എ ഡോൾസ് ജേർണി എന്ന പാഠാണ്. ഫ്രാൻസ് കാഫ്ക വാസ് വാക്കിംഗ് ഇൻ എ ബെർലിൻ പാർക്ക് ഓൺ എ സാറ്റർഡേ ആഫ്റ്റർനൂൺ വെൻ ഹി സോ എ യങ് ഗേൾ ക്രൈങ് ബിക്കോസ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. ഫ്രാൻസ് കാഫ്ക ഒരു ശനിയാഴ്ച വൈകുന്നേരം ബെർലിനിലെ പാർക്കിലൂടെ നടക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു കുട്ടി കരയുന്നതായിട്ട് കണ്ടു. കരയാനുള്ള കാരണം അവൾക്ക് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡോള് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കുട്ടി കരയുന്നത്. ഫീലിംഗ് സാഡ് ഫോർ ഹർ, അവൾ കരയുന്നത് കണ്ട സമയത്ത് കാഫ്കക്ക് നല്ല സങ്കടമായി. കാഫ്ക ജോയിൻ ഇൻ ദ സെർച്ച്. കാഫ്കയും ആ ഡോളിനെ തരാൻ വേണ്ടിയിട്ട് കൂടി. ബട്ട് ദേ കുഡിൻറ്റ് ഫൈൻഡ് ദ ഡോൾ. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും ആ ഡോളിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഹി ദെൻ പ്രോമിസ് ടു കം ബാക്ക് ദ നെക്സ്റ്റ് ഡേ ടു ഹെൽപ്പ് ഹർ ലുക്ക് ഫോർ ഇറ്റ്. കാഫ്ക പിന്നെ പ്രോമിസ് ചെയ്യുന്നുണ്ട് പിറ്റേ ദിവസം നേരത്തെ തരാൻ വരുമെന്ന്, അവളെ കൂടെ തന്നെ തരുമെന്നുള്ള കാര്യം പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദ നെക്സ്റ്റ് ഡേ കാഫ്ക വിസിറ്റഡ് ദ പാർക്ക് എഗെയിൻ. പിറ്റേ ദിവസം കാഫ്ക പ്രോമിസ് ചെയ്ത പോലെ കാഫ്ക വിസിറ്റ് ചെയ്യുന്നുണ്ട് പാർക്ക്. ആഫ്റ്റർ സെർച്ചിങ് ഫോർ സം ടൈം ഹി പ്രിറ്റൻഡഡ് ടു ഫൈൻഡ് എ ലെറ്റർ ഹിഡൻ അണ്ടർ എ പാർക്ക് ബെഞ്ച് ആൻഡ് ഗേവ് ഇറ്റ് ടു ദ ഗേൾ. അങ്ങനെ രണ്ടുപേരും കൂടി ഡോളിനെ തരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ സമയത്ത് കാഫ്ക ഒന്ന് അഭിനയിച്ച് ഒരു ലെറ്റർ പാർക്ക് ബെഞ്ചിൻ്റെ അടിയിൽ നിന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അത് അവൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ഹി ഹാഡ് റിട്ടൺ ഇറ്റ് ഹിംസെൽഫ് പോസിങ് ആസ് ദ ഡോൾ. ആ ലെറ്റർ അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് അത് ഡോൾ എഴുതിയിട്ടുള്ളതാണെന്നാണ്. ഇൻ ദ ലെറ്റർ ദ ഡോൾ ടോൾഡ് ദ ഗേൾ നോട്ട് ടു വറി ആൻഡ് ദാറ്റ് ഷി വാസ് സെറ്റിംഗ് ഔട്ട് ഓൺ ജേർണി അറൗണ്ട് ദ വേൾഡ്. ആ ലെറ്ററിൽ ഡോൾ പറഞ്ഞിട്ടുള്ളത് തന്നെ പറ്റി ആലോചിച്ച് വറിയാവൊന്നും വേണ്ട, താനൊന്ന് ലോകം ചുറ്റാൻ പോയിട്ടുള്ളതാണെന്നാണ് ആ ലെറ്ററിൽ പറഞ്ഞിട്ടുള്ളത്. ഷീ പ്രോമിസ്ഡ് ടു റൈറ്റ് ആൻഡ് ഷെയർ എ എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് വെൻ ഷീ റിട്ടേൺഡ്. ആ ഡോൾ പ്രോമിസ് ചെയ്യുന്നുണ്ട് താൻ കാണുന്ന കാഴ്ചകളെല്ലാം എഴുതി അയക്കാനുള്ള കാര്യം, പിന്നെ തിരിച്ചു വന്നതിന് ശേഷം എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാമെന്നൊക്കെ ആ ഡോള് പറഞ്ഞിട്ടുണ്ട്. 4 days ദ ഗേൾ കണ്ടിന്യൂ ടു റിസീവ് ദീസ് ഇമാജിനറി ലെറ്റർ ഫ്രം ഹെർ ഡോൾ. പിന്നെയും കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ ഇമാജിനറി ലെറ്റേഴ്സ് അവൾക്ക് ഡോളിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിക്കൊണ്ടേയിരുന്നു. ഈച്ച് ഡിസ്ക്രൈബിങ് എ ന്യൂ അഡ്വഞ്ചർ ഫിൽഡ് വിത്ത് വണ്ടർ. ഈ ലെറ്ററിലൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഡോള് പറയുന്നത് അവളുടെ അഡ്വഞ്ചർ, അവൾ പോയിട്ടുള്ള യാത്രകളെ പറ്റിയിട്ടും അതിൻ്റെ അത്ഭുതങ്ങളൊക്കെ പറ്റിയിട്ടാണ് ഈ ലെറ്ററിൽ ഫുള്ളായിട്ട് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരുന്നത്. സ്റ്റോറീസ് ബ്രോഡ് ഹെർ ജോയ് ആൻഡ് ഹെൽപ്പ് ടേക്ക് എവേ ഹെർ സാഡ്നെസ്. ഈ ലെറ്റർ കാണുന്ന സമയത്ത് അവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അതുപോലെ ഈ ഡോളിനെ നഷ്ടപ്പെട്ട സങ്കടത്തിൽ നിന്ന് അവൾക്ക് പുറത്തേക്ക് വരാനും പറ്റുന്നുണ്ട്. However, over time, Kafka noticed that the girl was becoming increasingly moody because she missed her doll badly. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ കുട്ടി നല്ല ഹാപ്പി ആയിരുന്നു. അവളുടെ ഡോള് നല്ലൊരു അഡ്വഞ്ചർ ട്രിപ്പിന് പോയിട്ടുള്ളതാണ്. ആ ഡോള് ഹാപ്പിയാണെന്നുള്ള കാര്യമൊക്കെ ആലോചിച്ചിട്ട്. പക്ഷേ ഡേ ബൈ ഡേ അവൾ ആകെ സങ്കടത്തിലാവാൻ തുടങ്ങിയത് കാഫ്ക നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അവൾ അവളുടെ ഡോളിനെ നന്നായി മിസ് ചെയ്യുന്നുണ്ട്. Realizing he couldn't keep the pretenders going forever, Kafka stopped sending letter for a few days. കാഫ്ക മനസ്സിലായിട്ടുണ്ട് ഇനി ലെറ്റർ എഴുതിയോണ്ട് കാര്യമില്ല, അവൾ ആകെ സങ്കടത്തിലാണ്, ഇതെന്തായാലും ലൈഫ് ലോങ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ കാഫ്ക എന്ത് ചെയ്തു, ലെറ്റർ എഴുതുന്നത് സ്റ്റോപ്പ് ചെയ്തു കുറച്ച് ദിവസത്തേക്ക്. ലേറ്റർ ഹി ടോൾഡ് ദ ഗേൾ ദാറ്റ് ദ ഡോൾ ഹാഡ് ഗോട്ടൺ എൻഗേജ്ഡ് ആൻഡ് വാസ് ബിസി വിത്ത് വെഡ്ഡിങ് പ്രിപ്പറേഷൻ. പിന്നീട് കാഫ്ക കുട്ടിയെ അറിയിക്കുന്നുണ്ട് അദ്ദേഹം ഒരു ട്രിപ്പിന് പോയ സമയത്ത് ഈ ഡോളിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡോള് മറ്റൊരു ഡോളുമായിട്ട് എൻഗേജ്ഡ് ആണ്, അവരുടെ വെഡ്ഡിങ് പ്രിപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ലെറ്റർ എഴുതാൻ കഴിയാത്തതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കാഫ്കയോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. ഹി എക്സ്പ്ലെയിൻഡ് ദാറ്റ് ഷീ കുഡിൻറ്റ് റൈറ്റ് ഡ്യൂറിങ് ദിസ് ടൈം. വെഡ്ഡിങ് പ്രിപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ സമയത്തൊന്നും എഴുതാൻ പറ്റില്ല എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ബട്ട് ഷീ വുഡ് റെസ്യൂം വൺസ് എവറിത്തിങ് വാസ് റെഡി. മാരേജ് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ, എല്ലാ കാര്യങ്ങളും ഒന്ന് റെഡി ആയാൽ അവൾ വീണ്ടും ലെറ്റർ എഴുതി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അറിയിച്ചു. ദിസ് എക്സ്പ്ലനേഷൻ ഹെൽപ്പ് ദ ഗേൾ ഫീൽ ബെറ്റർ ആൻഡ് അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ. ഈ എക്സ്പ്ലനേഷൻ ആ കുട്ടീനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അവളാകെ സങ്കടത്തിലായിരുന്നു, ലെറ്ററും വരുന്നില്ല, ഡോളിനെ കാണാനും പറ്റുന്നില്ല എന്നുള്ള കാര്യമൊക്കെ. അതുകൊണ്ട് തന്നെ ഈ എക്സ്പ്ലനേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അവൾ ആ സിറ്റുവേഷൻ മനസ്സിലാക്കി ഡോളിൻ്റെ ലെറ്ററിന് വേണ്ടി, ഡോൾ തിരിച്ചു വരുന്നതിന് വേണ്ടി അവൾ വെയിറ്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഷോർട്ട് സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.